ഒക്കെ ഇട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ്. ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് നടന്നിറങ്ങിയേക്കുകയാണ്. ഷാർജയിൽ അൽ നൂർ ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. ഇത് കോർണിഷിലാണ് അൽ നൂർ ഐലൻഡ്. നമുക്ക് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം, കാണിക്കാം. അപ്പം ഞങ്ങളിങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്ത് കോർണിഷ് വഴി നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ നടന്ന് ഐലൻഡ് എത്താറായി. രശ്മിയും ഗിരിച്ചേട്ടനും ഒക്കെ ഒരു 10 മിനിറ്റായിട്ട് അവിടെ വന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ നടന്നു പോകുന്നതുകൊണ്ട് എത്താൻ ലേറ്റായി. അതേ അങ്ങ് കാണുന്നതാണ് അൽ നൂർ ഐലൻഡ്. ഒരു ഗോൾഡൻ കളറിൽ ഒരു മെറ്റാലിക് സ്ട്രക്ചർ കാണുന്നില്ലേ? നമുക്കതിൻ്റെ അടുത്ത് ചെല്ലുമ്പം കാണിക്കാം. ഞാൻ ദൂരെ നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഈ അൽ നൂർ ഐലൻഡിലോട്ട് കയറാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടത്. അതിനകത്ത് അൽ നൂർ ഐലൻഡിൻ്റെ മുകളിൽ നിന്ന് എഴുതിയിരിക്കുന്നുണ്ടോ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ട്. അതിൻ്റെ ബാക്ക് സൈഡിലൊരു വൈറ്റ് ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിൽ കൂടെ നടന്ന് നമ്മൾ അപ്പുറത്തെ സൈഡിലെത്തും. ഹലോ നമ്മുടെ രശ്മി മാഡം എത്തിയിട്ടുണ്ട്. ഭയങ്കര പതുക്കെ. ഇതാണ് ഭദ്ര, രശ്മിയുടെ മോള്. ഭദ്രയാണ് എനിക്ക് നന്ദുവിന്റെ പടമൊക്കെ വരച്ചു തന്ന കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ. മാസ്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് ആരുടെയും ഫേസ് കാണാൻ വയ്യ. പുറത്തായിട്ട് നിങ്ങൾക്ക് മാസ്ക് ഊരാനും വയ്യ. അതായത് രശ്മി മാസ്ക് ഒക്കെ ഊര്. ആണ്ട ഇതാണ് ഭദ്രക്കുട്ടി. ഈ മെറ്റാലിക് സ്ട്രക്ചറിന് ഇവർക്ക് 2016 ഒരു അവാർഡ് കിട്ടിയതാണ്. ഇതിൻ്റെ ബെസ്റ്റ് ഡിസൈൻ എന്നുള്ള ഒരു അവാർഡൊക്കെ. എന്ത് അവാർഡാണെന്ന് എനിക്ക് പേര് കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ 2015 ഈ അൽ നൂർ ഐലൻഡ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 2016 ഈ ബെസ്റ്റ് മെറ്റാലിക് ഡിസൈൻ ഇതിൻ്റെ ആർക്കിടെക്ചറിന് ഒരു അവാർഡ് കിട്ടിയതാണ്. ഇത് മെറ്റലാണിത്. ഒരു ഗോൾഡ് ബ്രാസ് കളർ മെറ്റൽ സ്ട്രക്ചറാണിത്. So you are importing all this? Yes. It's daily coming? Every 10 days, but because of COVID, the flight cancelled from Philippines and Costa Rica. Oh, okay, that's less money. Yeah. ഹായ്, അത് കൊള്ളാമല്ലോ. കയ്യിലിരിക്കുമ്പോൾ പോകുന്നില്ല അല്ലേ? അനങ്ങത്തില്ല. Leave only for 1 day? This life is only for 1 day? They can live here for maximum 1 month. 1 month? Yes. 1 month? It depends on the species. The lifespan is not 24 hours? No. Okay. Some butterfly, they can live for a week, or a month, like 1 month, 2 months. It depends on the species. All these butterflies are imported? Yeah, it's from Costa Rica and Philippines. Philippines. Yeah. I'll show you the pupa there. Okay. The pupa. So as for now, there are very few. Because we're expecting the shipment before this last month end. But unfortunately, the flights cancelled from Costa Rica. Okay. So only few butterflies are here. You can see that. അവിടെ ഒരു ബ്ലാക്ക് ബട്ടർഫ്ലൈ ഇരിപ്പുണ്ട്. ഇത് ഇപ്പം ഈ കോവിഡ് റെസ്ട്രിക്ഷൻസും ഫ്ലൈറ്റ് റെസ്ട്രിക്ഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബട്ടർഫ്ലൈസേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ നിറച്ചുകൊണ്ട് ഇപ്പം കുറച്ചേ ഉള്ളൂ. ബട്ടർഫ്ലൈ ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. ഇതിവിടെ നെക്ടർ ഫ്ലവേഴ്സൊക്കെ കുറവായതുകൊണ്ട് അവർ എക്സ്ട്രാ ഇതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ വെക്കും. പിന്നെ ഹണി കോട്ടഡ് ഫ്ലവേഴ്സും ഒക്കെ ഇങ്ങനെ സൈഡിൽ ഓരോ ഇങ്ങനെ ഇതിലായിട്ട് സ്റ്റാൻഡിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം ഓറഞ്ച് അവിടെ ഇരുന്ന് മിണ്ടാതിരുന്ന് കഴിക്കുക, അനങ്ങാതിരുന്ന് ആ ബട്ടർഫ്ലൈ കഴിക്കുന്നത്. വാട്ട് ഇസ് ദിസ്? This is the pupa from Costa Rica. So we're just having a shipment like 400 to 600 pupa every 10 days. But because of this COVID, now it affects on the flight schedule as well. See also that's on. From the pupa stage, it takes 1 to 2 weeks to hatch. So once we receive the pupa again, hopefully next or 1 week, they will hatch. Okay. So all these will hatch now? They hatch already. Already hatched? Yeah. That's why we have a less butterflies. The shipment that we are expecting for the last month, it didn't count. So generally at a time, how much will be there? 400 to 600. So in the normal dish, you will see the butterflies flying around. Coming every day?
Every 10 days, sir. Every 10 days. We used to have every 10 days, but because of COVID, Yeah, yeah. it changed everything. We cannot choose the flights. They arrange it. It's all from Costa Rica? Yeah, Costa Rica and Philippines. Philippines. Actually, this butterfly you can find in all Asian countries. ഹായ്, നല്ല രസമുണ്ടല്ലോ, നല്ല ഡിസൈനുള്ള ബട്ടർഫ്ലൈ ഇത്. ഒരു വെള്ള ബട്ടർഫ്ലൈ, ആരപ്പോൾ ഒരു എല്ലാം കറുത്തതാണ് കണ്ടത്, ഒരു വെള്ള ഓറഞ്ചും കൂടെ ഉള്ളത് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട്. ഇങ്ങനെ പറന്ന് 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 നടക്കുകയാണ്. ബ്ലാക്കിൽ ഒരു ബ്ലൂ കളർ ഷെയ്ഡ്സ് ആണ് ഈ ബട്ടർഫ്ലൈക്ക്. ഇതിൻ്റെ ക്യാമറയിൽ എത്ര ഭംഗി വരുന്നുണ്ടെന്ന് അറിയത്തില്ല, ശരിക്കും ഭയങ്കര രസമാണ്. ആ ബ്ലൂ കളറിന് നല്ലൊരു ഷൈനിങ് എഫക്റ്റാണ്. നല്ല ഭംഗിയുണ്ട് ഈ ബട്ടർഫ്ലൈ കാണാൻ. അത് നമ്മൾ അടുത്ത് ചെന്നാലൊന്നും പറന്നു പോകത്തില്ല കേട്ടോ, ഇങ്ങനെ ഇരിക്കും. ഹായ്, ഞാൻ ആദ്യമായിട്ട് ഒരു ബട്ടർഫ്ലൈയെ തൊടുന്നത് കേട്ടോ. ഓ, അനങ്ങുന്നില്ല ബട്ടർഫ്ലൈയെ തൊട്ടിട്ട്. ഈ നല്ല രസമുണ്ട് പുള്ളിയിട്ട് അതിനെ തൊട്. സാധാരണ നമ്മുടെ അവിടെയൊക്കെ ബട്ടർഫ്ലൈയെ തൊട്ടത് പറന്നു പോകില്ല, ഇതൊന്നും മിണ്ടാണ്ടിരിക്കുന്നു പാവം. ഇത് രണ്ടും ഫോസിൽ റോക്ക്. ഫോസിൽ റോക്ക് എന്നും പറഞ്ഞിട്ട് രണ്ട് പാറ. 200 kg ഒരു റോക്കോ? Crystal wave. ഓ, ഓക്കെ ഓക്കെ. ഇത് ഒരെണ്ണം 200 kg ആണ്. ഗാർഡിയൻ ഓഫ് ഐലൻഡ് ആണ്. റോക്ക് സ്റ്റാൻഡിങ് ലൈക്ക് ഗാർഡിയൻ ഓഫ് ഐലൻഡ്. ബ്രസീലിൽ നിന്ന് വന്നതാണ് കേട്ടോ, ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. 300 million years old ആണത്. ഓ, അപ്പോൾ 300 ശരിയാ. ഓ, million years old. 300 million years old സാധനമാണ് കേട്ടോ ഈ രണ്ട് റോക്ക്. ഇത് വിൻഡ് ഇമേജ് ഫ്ലാഗ്. അപ്പോൾ വിൻഡിൻ്റെ ഡയറക്ഷൻ അറിയാനായിട്ട് ഉള്ള ഇതിൻ്റെ ഈ ഫ്ലാഗ് കൊണ്ട് ഈ പറക്കുന്ന ഡയറക്ഷൻ കണ്ട് നമുക്ക് വിൻഡ് ഏത് ഡയറക്ഷനിലോട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഈ കോർണിഷിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇതിൻ്റെ ഒരറ്റത്താണ് ഞങ്ങളുടെ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയാം. ആ ദൂരെ ഫ്ലാഗ് കാണുന്നില്ലേ, അതാണ് ഷാർജ ഫ്ലാഗ് ഐലൻഡ്. പിന്നെ ജയൻറ്റ് വീല് ജയൻറ്റ് വീലല്ലേ അത്? ആ, ജസീറ പാർക്കിലാണ് ആ ജയൻറ്റ് വീൽ കാണുന്നത്. ജസീറ പാർക്കല്ല, ഇപ്പം അതിൻ്റെ പേര് മുംതസ പാർക്ക് എന്നല്ലേ? മുംതസ പാർക്ക് എന്ന, പണ്ടായിരുന്നു ജസീറ പാർക്ക്. ഇവിടെ ഫോട്ടോ സെഷൻ ആണേ. ഫോട്ടോ സെഷൻ ആസ്വദിക്കുന്ന രശ്മി. സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെയാണ് തിരിച്ചെത്തിയേക്കുന്നത് കേട്ടോ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഞാൻ പറഞ്ഞ ആ മെറ്റാലിക് സ്ട്രക്ചർ. ഇതിൻ്റെ ആ മുല്ലേട്ട് ഈ ആർക്കിടെക്ചറൽ ഡിസൈന് 2016 ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ, ഇതാണ് കാക്ടസ് ഗാർഡൻ. ഡെസേർട്ട് ഏരിയയിൽ അല്ലെങ്കിൽ ഡെസേർട്ട് താമസിച്ചിട്ട് കാക്ടസ് കണ്ടില്ലെന്ന് വേണ്ട അല്ലേ. ഇവിടെ അലോവറ ഉണ്ട് കേട്ടോ, നമ്മുടെ കറ്റാർ വാഴ. ഇതെല്ലാം കറ്റാർ വാഴയാണേ. ഇവിടെ നിന്ന് കുറേ വേണമെങ്കിൽ പറിച്ചുകൊണ്ട് പോവാം, തലയിലും മുഖത്തുമൊക്കെ തേക്കാൻ. ആ, ലൈറ്റ് ഉണ്ടല്ലേ ഇവിടെ. ഞാനിങ്ങനെ ഉള്ളോട് പറഞ്ഞു ഇവിടെ രാത്രിയിലൊന്നും കയറാൻ പറ്റത്തില്ല. പക്ഷെ ബട്ടർഫ്ലൈ ഗാർഡൻ 6 മണി വരെ ഉള്ളൂ. ഈ സ്ഥലമൊക്കെ 11 മണി വരെ ഓപ്പൺ ആണെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ രാത്രി ലൈറ്റ് കാണത്തില്ലോ, പിന്നെ എങ്ങനെ കയറും എന്ന് ഞങ്ങളിങ്ങനെ പറയുന്നത്. അപ്പോൾ ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ബട്ടർഫ്ലൈ കാണണമെങ്കിൽ 6 മണിക്ക് മുമ്പ് വരണം. ഈ ഓരോ മരത്തിൻ്റെ അവിടെയും ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഐ വാസ് സേവ്ഡ്. ഈ മരങ്ങളെയൊക്കെ രക്ഷിച്ച് ഇവിടെ നിർത്തിയേക്കുന്നതിനാട്ടോ. ഇവിടെ ഒരു കോൺവെക്സ് മിറർ പോലൊരു സാധനം കാണുന്നു. എന്താണെന്ന് എൻ്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കാം. ആ, ടോറസ് സ്കൾപ്ചർ. ഇത് ടോറസ് സ്കൾപ്ചർ എന്ന് പറഞ്ഞ് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഒരു മിററാണ്. ഇതിങ്ങനെ റിഫ്ലക്ഷൻസ് ഒക്കെ അടിക്കും, നമ്മുടെ ഒരു ഐസിനെ
ഒരു മിസ്ലീഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് എഴുതിയേക്കുന്നത്. എന്താണ് മിസ്ലീഡ് എന്ന് പക്ഷെ എനിക്ക് മനസ്സിലായില്ല. നമ്മളെ കാണുന്നില്ല, ലക്ഷ്മിയോട് നിൽക്കുമ്പോൾ നമ്മളെ കാണാമല്ലേ അതിനകത്തൂടെ. സെയിം രൂപത്തിൽ തന്നെയല്ലേ കാണുന്നത്, വലുതായിട്ടും ചെറുതായിട്ടും ഒന്നും അല്ലല്ലോ. ആ ലൈറ്റ് റിഫ്ലക്ഷൻസ് അടിക്കുന്ന എഴുതിയേക്കുന്നത്. സ്റ്റീലാണ് കേട്ടോ, അത് മിറർ അല്ല, ആക്ച്വലി സ്റ്റീലാണ്. പക്ഷേ ഇതൊരു റെസ്റ്റ് പ്ലേസ് ആണ്. ഈ ഐലൻഡ് പണിതപ്പം ഈ മരങ്ങളെ ഒന്നും വെട്ടി നശിപ്പിക്കാതെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുക, ഒന്നും കളയാതെ. മിക്ക മരങ്ങളെയും നല്ല ഇതായിട്ട് സൂക്ഷിച്ചേക്കാണ്. അത് ശരിക്കും നല്ലൊരു കാര്യമാണ്. ഈ ഇങ്ങനത്തെ ഒരു ഡെസേർട്ടിൽ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചേക്കുന്നതേ. വാഷ്റൂമും ഭയങ്കര സ്റ്റൈലിലാണ് കേട്ടോ. ബാംബൂ സ്റ്റിക്സിനകത്തൊക്കെയാണ് വാഷ്റൂം. കൊച്ചു പിള്ളേരെയൊക്കെ ആയിട്ട് വന്നാൽ കളിക്കാനൊരു പ്ലേ ഗ്രൗണ്ടും ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ വേറെ ഡയറക്ഷനിലൂടെ കറങ്ങി വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തിയേക്കുകയാണ്. അങ്ങനെ അൽനൂർ ഐലൻഡിലെ കറക്കം കഴിഞ്ഞു. ഇനിയും ഇവിടുന്ന് നമുക്ക് പുറത്തിറങ്ങാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജാണ് ഈ ഐലൻഡിലോട്ട് കണക്ട് ചെയ്യുന്നത്. ൊക്കെ വണ്ടി എടുക്കാൻ പോയേക്കും. അപ്പം ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ ഇവരുടെ ഈ വണ്ടിക്കകത്ത് ഇരുന്നോളാൻ സമ്മതിച്ചു. അപ്പം ഞങ്ങള് മുല്ലേട്ടൻ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഇനി ജ്യൂസ് വേൾഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വെയിലത്ത് നടന്നൊരു പരുവമായി. അപ്പൊ ജ്യൂസ് വേൾഡിൽ പോകുമ്പോ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. കപ്പാസിറ്റി ഇല്ലാത്ത വെയിലത്ത് നടന്നൊരു ശരിക്കും നല്ല 45 ഡിഗ്രി ഒക്കെ ഉണ്ട് ടെമ്പറേച്ചർ. അപ്പൊ അത്രയും ചൂടത്ത് നടന്ന് നല്ല ദൂരം ഉണ്ട് കേട്ടോ വരാൻ നടക്കാൻ. അത് നടന്നൊരു പരുവായി. അപ്പൊ ജ്യൂസ് വേൾഡിൽ പോയി ജ്യൂസ് കുടിക്കണമെന്നൊരു ആഗ്രഹം വന്നു. അതുകൊണ്ട് കാർ എടുത്തോണ്ട് വന്ന് അവരും ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ മറ്റേ വണ്ടിയിൽ അവരുടെ വണ്ടിയിൽ വരുന്നു, ഞങ്ങൾ പോവാം. ഈ ജ്യൂസ് വേൾഡിനകത്തെ ഈ ഫ്രൂട്ട്സ് ഒക്കെ ടെമ്പറേച്ചർ നല്ല ഈ ഫ്രീസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തത് ഒറിജിനൽ ഫ്രൂട്ട്സ് ആണ് കേട്ടോ, ആർട്ടിഫിഷ്യൽ അല്ല. ഇവരിങ്ങനെ നല്ല ഡിസൈനിലൊക്കെ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. മാങ്ങയൊക്കെ നല്ല കണ്ടിട്ട് നല്ല പഴുത്ത് തുടുത്തിരിക്കുന്നതല്ലേ. അത് ഫലൂഡ, ഇത് ഗ്രേപ്പ് ഫ്രൂട്ട്, ഇത് പുളി ഉണ്ടാവും. ഇത് സ്ട്രോബെറി, ഇത് ഫാഷൻ ഫ്രൂട്ട്, ഇത് ഓറഞ്ച്, കിവി, ലെമൺ മിന്റ്, ഗ്രേപ്സ്, നമ്മുടെ നാട്ടിലുള്ള പുളി, ടോഫി, അത് ഡബിൾ ഡച്ച്. അങ്ങനെ ജ്യൂസ് വേൾഡിൽ നിന്ന് ഇറങ്ങി ശരിക്കും ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളായി. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറിനേണ്ട ആവശ്യം തന്നെ ഇല്ല. ശരിക്കും വയറ് ഫുള്ളായില്ല, ചോറ് വേണ്ടല്ലോ. ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വിശക്കാണെങ്കിൽ കഴിക്കാം. ഇപ്പം സമയം 12:50 ആയി. ഞങ്ങളിനി വീട്ടിൽ എത്താറായി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താം. ഇനിയും പ്രത്യേകിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് അടുക്കിപ്പേർക്ക് പരിപാടികളൊക്കെ ഉള്ളൂ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.